ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് LSS എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ 2 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. അതിൽ രണ്ടാമത്തെ ഭാഗത്തിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന രണ്ടാം ഭാഗം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഈ വർഷം നമ്മുടെ LSS എക്സാമിൻ്റെ പേര് മാറിയിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് LP ലെവൽ എന്നാണ് പേര്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 ഭാഗങ്ങളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓരോ വിഷയത്തിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അങ്ങനെ ആകെ ടോട്ടൽ 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൽ എല്ലാം ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ശരിയായിട്ടുള്ള ഉത്തരത്തിന് നേരെ നിങ്ങൾ ടിക്ക് മാർക്ക് ശരിയിടുകയാണ് വേണ്ടത്. ഇനി രണ്ടാം ഭാഗത്തിൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അത് മലയാളത്തിൽ നിന്ന് 2 ചോദ്യം, ഗണിതത്തിൽ നിന്ന് 2 ചോദ്യം, ഇംഗ്ലീഷിൽ നിന്ന് 1 ചോദ്യം, പരിസര പഠനത്തിൽ നിന്നും 1 ചോദ്യം. അങ്ങനെ 6 ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ 30 മാർക്കാണ് ഈ ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത്. സോ ഈ ഒരു പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് വിഷയം നോക്കാം. ഇവിടെ ഇംഗ്ലീഷ് വിഷയത്തിൽ 1 ചോദ്യം, 5 മാർക്കിൻ്റെ 1 ചോദ്യമാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ആഡ് മോർ ലൈൻസ് ആണ്, വരികൾ കൂട്ടി ചേർക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പോയത്തിലത്തെ 4 വരികൾ തന്നിട്ടുണ്ട്. മറ്റു 5 വരികൾ കൂടി നിങ്ങളോട് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോയം വായിക്കാം. വർക്ക് വൈൽ യു വർക്ക്, ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുക. പ്ലേ വൈൽ യു പ്ലേ, കളിക്കുമ്പോൾ നിങ്ങൾ കളിക്കുക. ഡ്രോ വൈൽ യു ഡ്രോ, വരയ്ക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കുക. ദാറ്റ്സ് ദ വേ ടു ദി എയിം, അതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി. സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി വരികൾ കൂട്ടി ചേർക്കാനാണ്. നിങ്ങൾ വരികൾ കൂട്ടി ചേർക്കുമ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് തോന്നുന്ന വരികൾ വേണം എഴുതാൻ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് വേർഡ്സ് ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. സോ സിമ്പിളായിട്ട് നമുക്ക് ഇതിനോട് കൂടുതൽ വരികൾ കൂട്ടി ചേർക്കാം. ഇവിടെ പറയുന്നത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുക, വരയ്ക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കുക, കളിക്കുമ്പോൾ കളിക്കുക എന്നതാണ്. നമുക്ക് ഇതേപോലുള്ള മറ്റു ആക്ടിവിറ്റീസ് എഴുതി കൊടുക്കാം. അതായത് ഇവിടെ ജോലി ചെയ്യുക, കളിക്കുക, വരയ്ക്കുക എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മറ്റെന്തെങ്കിലും എഴുതി കൊടുക്കാം. നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക എന്ന് എഴുതാം. അതായത് ലേൺ വൈൽ യു ലേൺ, ആ വർക്ക് എന്നുള്ളിടത്ത് നിങ്ങൾ ലേൺ, പഠിക്കുക എന്ന വാക്കാക്കി മാറ്റി കൊടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരി എഴുതാൻ കിട്ടിയില്ലേ. ലേൺ വൈൽ യു ലേൺ. അടുത്തത് പ്ലേ എന്ന് മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും എഴുതി കൊടുക്കാം. അതായത് റീഡ് എന്ന് എഴുതി കൊടുക്കാം. റീഡ് വൈൽ യു റീഡ്, വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുക. പിന്നെ നമുക്ക് തിങ്ക് വൈൽ യു തിങ്ക്, ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഗ്രോ വൈൽ യു ഗ്രോ, വളരുമ്പോൾ നിങ്ങൾ വളരുക. ഇതേപോലെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ വരി നോക്കിക്കേ, ദാറ്റ്സ് ദ വേ ടു ദി എയിം എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴിന്ന്. നമുക്ക് ആ എയിം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡ്രീം എന്നോ സക്സസ് എന്നോ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ദാറ്റ്സ് ദ വേ ടു വിൻ, അതാണ് വിജയത്തിലേക്കുള്ള വഴി എന്നാണ്. സിമ്പിളായിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾ ചില വേർഡ്സ് മാത്രം മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ കൂടുതൽ വരി കൂട്ടിച്ചേർത്തത്. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഗണിതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഗണിതത്തിൽ നിന്ന് 2 ചോദ്യങ്ങളുണ്ടാവും. ആദ്യത്തെ ചോദ്യം, അരുണിൻ്റെ വീടിൻ്റെ മതിൽ കെട്ടുകയാണ്. 5 കൽപ്പണിക്കാരും 8 സഹായികളും 7 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് 1 ദിവസത്തെ കൂലി 1000 രൂപയും സഹായിക്ക് 800 രൂപയുമാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. കൽപ്പണിക്കാർക്ക് ആകെ എത്ര രൂപ കൂലി നൽകി എന്നാണ് ചോദ്യം. ഇവിടെ കൽപ്പണിക്കാരുടെ 1 ദിവസത്തെ കൂലി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 1000 രൂപയാണ്. എത്ര കൽപ്പണിക്കാരുണ്ട്? 5 കൽപ്പണിക്കാരുണ്ട്. ഓരോരുത്തർക്കും 1000 നൽകണം അല്ലേ. പിന്നെ 7 ദിവസം കൊണ്ടാണ് അവർ പണി തീർത്തത് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടെത്താം.
5 കൽപ്പണിക്കാരാണല്ലോ ഉള്ളത്. ഒരാൾക്ക് 1000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ഓരോ ആൾക്കും 1000 രൂപ. ഒന്നാമത്തെ ആൾക്ക് 1000 രൂപയുണ്ടാകും, രണ്ടാമത്തെ ആൾക്കും 1000 രൂപ, 3-നും 4-നും 5-നും അങ്ങനെ 5 ആൾക്കാർക്കും 1000 രൂപ. ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആൾക്കാർക്കും 1000 രൂപ കൊടുക്കണം. അപ്പോൾ 5 ഗുണിക്കണം 1000, 5000 ആണ്. ഒരു ദിവസം അവർ കൽപ്പണിക്കാർക്ക് കൊടുക്കുന്ന കൂലിയാണ് 5000 എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടെ എത്ര ദിവസം അവർ പണി ചെയ്തിട്ടുണ്ട്? 7 ദിവസം പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 ദിവസത്തെ കൂലി കാണണം. 7 ദിവസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിവസം 5000 കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം 3, 4, 5, 6, 7 ദിവസവും 5000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 ഗുണിക്കണം 5000 ചെയ്ത് നോക്കുക. 7 ഗുണിക്കണം 5 ആദ്യം ചെയ്യുക. 7 ഗുണിക്കണം 5 35 എന്നിട്ട് ബാലൻസ് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം 35,000 എന്നാണ് വരുന്നത്. ആകെ കൽപ്പണിക്കാർക്ക് കൊടുത്ത കൂലി എന്ന് പറയുന്നത് 35,000 രൂപയാണ് വരുന്നത്. എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സഹായികൾക്ക് ആകെ എത്ര രൂപ കൂലി നൽകി? ഇവിടെ ഒരു സഹായിക്ക് 800 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. 8 സഹായികളുണ്ട്. 7 ദിവസമാണ് പണി ചെയ്തത്. നമുക്ക് കണ്ടെത്താം. ഇവിടെ 8 സഹായികളാണുള്ളതെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആൾക്ക് 800 കൊടുക്കണം, രണ്ടാമത് 3, 4, 5, 6, 8 അങ്ങനെ 8 ആൾക്കാർക്കും ഒരു ദിവസം 800 കൊടുക്കണം. ഒരു ദിവസം എത്ര രൂപയാണ് വരുന്നത്? ഒരു ദിവസത്തേക്ക് 8 ആൾക്കാർക്ക് 800 രൂപയാണ്. 8 ഗുണിക്കണം 800 എത്രയാണ്? 8 ഗുണിക്കണം 8 ആദ്യം ചെയ്യുക. 8 8 64 2 0 ഇട്ട് കൊടുക്കുക. 6400 ഒരു ദിവസത്തെ കൂലി എന്ന് വരുന്നത്. നമുക്ക് 7 ദിവസമുണ്ട്. 7 ദിവസത്തത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 7 ഗുണിക്കണം 6400 ചെയ്താൽ മതി. 7 ഗുണിക്കണം 6400 എങ്ങനെയാണ്? നമുക്ക് ആദ്യം 7 ഗുണിക്കണം 64 ചെയ്ത് നോക്കാം. 7 4 എത്രയാണ്? 7 4 28 8 എഴുതി, 2 ബാലൻസ് 8 എഴുതി. 6 4 42 42ലേക്ക് 2 കൂടി കൂട്ടുക 44 448 എന്ന് കിട്ടി. ഇനി അവിടെ ഇത് നമ്മുടെ ചോദ്യത്തിൽ 2 സീറോസ് ഇട്ട് കൊടുക്കുക. 44,800 എന്നാണ് ഉത്തരം വരുന്നത്. 7 ദിവസത്തേക്ക് 44,800. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി നൽകിയത്? നമുക്ക് നേരത്തെ കിട്ടിയ, അതായത് നമ്മൾ ആകെ കൽപ്പണിക്കാർക്ക് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ആകെ സഹായികൾക്ക് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ ആകെ മൊത്തത്തിൽ എത്ര കൂലിയാണെന്ന് നമുക്ക് കിട്ടും. അതായത് 35,000 കൂട്ടണം 44,800. നമുക്ക് കിട്ടുന്നത് 79,800 എന്നാണ്. സോ നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം വായിക്കാം. രാമു എല്ലാ ദിവസവും ഒരു സംഖ്യ ബാഗിൽ നിക്ഷേപിക്കും. ജനുവരി മാസം 3,840 രൂപയും ഫെബ്രുവരി മാസം ജനുവരി മാസത്തേക്കാൾ 1,080 രൂപ കൂടുതലും മാർച്ച് മാസം ജനുവരി മാസത്തേക്കാൾ 1,390 രൂപ കുറവും ഏപ്രിൽ മാസം മാർച്ച് മാസത്തേക്കാൾ 1,510 രൂപ കൂടുതലും ആണ് നിക്ഷേപിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഓരോ മാസവും രാമു നിക്ഷേപിച്ച തുക എത്രയും? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. രാമു ജനുവരിയിൽ നിക്ഷേപിച്ചത് 3,840 ഫെബ്രുവരിയിൽ നിക്ഷേപിച്ചത് ജനുവരിയേക്കാൾ 1,080 രൂപ കൂടുതലാണെന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് 3,840 1,080 കൂട്ടി നോക്കണം. ഇവിടെ ജനുവരി മാസത്തേത് തന്നിട്ടുണ്ട്. ഫെബ്രുവരിയിലത്തേത് കാണാൻ വേണ്ടിയിട്ട് ജനുവരിയെക്കാട്ടിലും 1,080 കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് 3,840 1,080 കൂട്ടി നോക്കാം. 3,840 കൂട്ടണം 1,080. 0 + 0 0 4 8 12 9 3 1 4 4,920 കിട്ടുന്നത്. സോ നമുക്ക് ഫെബ്രുവരിയിലത്തെ പൈസ കിട്ടിയിട്ടുണ്ട് 4,920 ആണ്.
ഫെബ്രുവരിയിലത്തെ രൂപ വരുന്നത് 4920. ഇനി മാർച്ചിലെത്തത് കാണണം. മാർച്ചിലെത്തത് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മാർച്ച് മാസം ജനുവരി മാസത്തേക്കാൾ 1390 കുറവാണെന്നാണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ 1390 കുറവാണ് ജനുവരിയെക്കാട്ടിലും. ജനുവരിയിലത്തത് 3840 ആണെന്നറിയാം. അതിൽ നിന്ന് കുറയ്ക്കുക. എത്രയാണ് കുറയ്ക്കേണ്ടത്? 1390 തന്നിട്ടുണ്ട്. 0 - 0 0 ആണ്. 4 നിന്ന് 9 കുറയ്ക്കാനാവില്ല, കടമെടുക്കും. 14 നിന്ന് 9 കുറയ്ക്കണം. 14 നിന്ന് 9 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 5 ആണ്. പിന്നെ 8 എന്നുള്ളത് A ആവും. Aയിൽ നിന്ന് 3 പോയാൽ 4 ആണ്. 3ൽ നിന്ന് 1 പോയാൽ 2 ആണ്. 2450 എന്ന് കിട്ടും. മാർച്ചിലത്തെ രൂപ നമുക്ക് കിട്ടി 2450 ആണ്. ഇനി ഏപ്രിലത്തേത്, ഇവിടെ ചോദ്യത്തിൽ തന്നത് ഏപ്രിൽ മാസം മാർച്ചിനേക്കാൾ 1510 രൂപ കൂടുതലാണെന്നാണ്. മാർച്ചിനെക്കാട്ടിലുമാണ് കൂടുതലാണ് തന്നിട്ടുള്ളത്. മാർച്ചിലത്തേത് 2450 ആണ്. 2450നോട് നമുക്ക് 1510 കൂട്ടണം. 2450 കൂട്ടണം 1510. 0 + 0 0, 5ഉം 1ഉം 6, 4ഉം 5ഉം 9, 2ഉം 1ഉം 3. 3960 നമുക്ക് ഏപ്രിലത്തെ രൂപ കിട്ടുന്നത്. സോ നമ്മൾ ഇവിടെ 4 മാസത്തതും കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ. ഇത് നിങ്ങൾ അവിടെ ബോക്സിലേക്ക് എഴുതി കൊടുക്കണം. ഇനി ആകെ എത്ര രൂപ നിക്ഷേപിച്ചു എന്നാണ് ചോദിച്ചത്. നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ള 4 മാസത്തെ തുകയും കൂടി കൂട്ടിയാൽ മതി. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള 3840 കൂട്ടണം 4920 കൂട്ടണം 2450 കൂട്ടണം 3960. നമുക്ക് 15170 കിട്ടുന്നത്. ആകെ നിക്ഷേപിച്ച രൂപ എന്ന് പറയുന്നത് 15170 ഇവിടെ ഗണിതത്തിലത്തെ 2 ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. അടുത്തത് നമുക്കിനി പരിസര പഠനം വിഷയത്തിൽ നിന്നുള്ള ചോദ്യം നോക്കാം. പരിസര പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് ചോദിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കഥകളി കലകളുടെ രാജാവാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അതേപോലെയുള്ള മറ്റൊരു കലാരൂപമായ മാർഗം കളിയെപ്പറ്റി എഴുതുക. മാർഗം കളിയെക്കുറിച്ച് കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കലാകേരളം എന്ന് പറഞ്ഞൊരു പാഠഭാഗം പഠിക്കാനുണ്ടല്ലോ. ആ ഒരു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ചോദ്യമാണിത്. സോ നമുക്കിവിടെ മാർഗം കളിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. മാർഗം കളി കേരളത്തിലെ ക്രിസ്ത്യാനി സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രാചീന നൃത്തകലയാണ്. ഇത് സാധാരണയായി ഉത്സവങ്ങളിലോ ദേവാലയ പരിപാടികളിലോ അവതരിപ്പിക്കും. നടുവിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് നൃത്തം നടത്തപ്പെടുന്നു. ഇത് നൃത്തത്തിൻ്റെ ഭാവവും ആവേശവും വർദ്ധിപ്പിക്കുന്നു. നൃത്തത്തിന് മുഖം, കൈകൾ, കാലുകൾ എന്നിവ അലങ്കരിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ നൃത്തത്തിന് സമ്പൂർണ്ണ സൗന്ദര്യം നൽകപ്പെടുന്നു. മാർഗം കളിക്ക് പാട്ടുകൾ അത്യന്തം പ്രധാനമാണ്. ഇവ ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളായിരിക്കും. പ്രേക്ഷകർക്ക് കഥയും സന്ദേശവും മനസ്സിലാകുന്ന വിധത്തിൽ. മാർഗം കളി സൗന്ദര്യവും ക്രമവും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു സമ്പന്നമായ കലാരൂപമാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് പരിസര പഠനത്തിൽ നിന്നും 5 മാർക്ക് കിട്ടുന്നതാണ്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ ചോദ്യം പത്രവാർത്ത തയ്യാറാക്കാനാണ്. ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പത്രവാർത്ത തയ്യാറാക്കാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പത്രവാർത്ത തയ്യാറാക്കേണ്ടതിൻ്റെ രൂപമൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ അയച്ചും തരുന്നതാണ്. സോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പുവിൻ്റെ സ്കൂളിൽ ലൈബ്രറി ഉദ്ഘാടനം നടന്നു. വിവരങ്ങൾ താഴെ നൽകുന്നു. പത്രവാർത്ത തയ്യാറാക്കുക. സ്വാഗതം അരുൺ ലീഡർ, അധ്യക്ഷൻ രാജീവൻ ഹെഡ്മാസ്റ്റർ, ഉദ്ഘാടനം റഹീം പഞ്ചായത്ത് പ്രസിഡന്റ്, ആശംസ ലീന PTA പ്രസിഡന്റ്, നന്ദി സലീം മാസ്റ്റർ. പത്രവാർത്ത
തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഒരു തലക്കെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തലക്കെട്ടിൽ എന്ത് എഴുതണം? എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം, പ്രധാന ആശയം, അത് നമ്മുടെ തലക്കെട്ടിൽ ഉണ്ടാവണം. തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ഇതെന്തിനെ കുറിച്ചാണ് നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുന്നത് എന്ന് ആ ഒരു വാർത്താ റിപ്പോർട്ട് വായിക്കുന്നവർക്ക് മനസ്സിലായിരിക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഉദ്ഘാടനം നടന്നതിൻ്റെ പത്രവാർത്താ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. സോ നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത് പുതിയ ലൈബ്രറി ഉദ്ഘാടനം നടന്നു, അല്ലെങ്കിൽ സ്കൂളിനൊരു പുതിയ ലൈബ്രറി, വിദ്യാർത്ഥികൾക്ക് പുതിയ ലൈബ്രറി എന്നിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികളായിരിക്കണം നിങ്ങൾ തലക്കെട്ടായിട്ട് എഴുതേണ്ടത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് പുതിയ ലൈബ്രറി എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടതായിരുന്നു ഒരു സ്ഥലം. നിങ്ങൾ നിർബന്ധമായിട്ടും തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള സ്ഥലം എഴുതുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലം എഴുതുക. ഞാനിവിടെ ABC എന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ആദ്യത്തെ വരിയിൽ തന്നെ എന്താണ് ഇവിടെ നടന്നതെന്ന് നിങ്ങൾ എഴുതണം. സോ നമുക്ക് എഴുതാം: കുട്ടികൾക്കായി സ്കൂളിലെ പുതിയ ലൈബ്രറി പഞ്ചായത്ത് പ്രസിഡന്റ് റഹീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കാനും അറിവ് വികസിപ്പിക്കുന്നതിലുമുള്ള ലൈബ്രറിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ രാജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ അരുൺ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ലീന ആശംസകൾ നേർന്നു. പുതിയ ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാകുമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സലീം മാസ്റ്റർ നന്ദി പറഞ്ഞു. ചടങ്ങ് വിജയകരമായി അവസാനിച്ചു. ഇതുപോലെ നിങ്ങൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടേതായ ചില വരികളും കൂട്ടിച്ചേർത്ത് നല്ലൊരു അവസാനം കൊടുത്തിട്ടായിരിക്കണം നിങ്ങളൊരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ്റായിട്ട് ചോദിച്ചാലും മതി. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. ഇനി മലയാളത്തിൽ നിന്ന് ഒരു ചോദ്യം കൂടി ഉണ്ടാകും, നമുക്ക് നോക്കാം. രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കുക. ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥയ്ക്ക് രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളിക്കാം ചിരിക്കാം എന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് ഒളിമ്പിക്സ് പരിശീലനം. ഈ കഥയ്ക്ക് രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രചനാക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇതാരാണ് എഴുതിയത്, ഈ കഥ എന്തിനെ കുറിച്ചാണ്, ഈ കഥയിലെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതൊരു പാഠഭാഗത്തെക്കുറിച്ചും രചനാ പരിചയക്കുറിപ്പ് ചോദിച്ചേക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ പാഠവും നന്നായിട്ട് വായിച്ച് ആരാണ് എഴുതിയതെന്നും അതിലെ കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു തുടക്കം നിങ്ങൾ എഴുതി കൊടുക്കണം. നല്ല ആകർഷകമായിട്ടുള്ള ഒരു തുടക്കമാണ് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്കിവിടെ കുറിപ്പ് എഴുതി നോക്കാം. വീട് എന്നത് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകമാണ്. സ്നേഹവും സന്തോഷവും നിറഞ്ഞ കുടുംബ അന്തരീക്ഷം വളരെ ലളിതവും രസകരവുമായി അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു കഥയാണ് M. ഗീതാഞ്ജലി എഴുതിയ ദിയമോളും അമ്മയും. ഈ കഥയിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ കാണുന്ന അമ്മമ്മയും കൊച്ചുമകളായ ദിയയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. TV-യിൽ കണ്ട കായിക മത്സരങ്ങൾ ദിയയുടെ കുഞ്ഞു മനസ്സിനെ ആകർഷിക്കുന്നു. അവൾ ഒളിമ്പിക്സിൽ സ്വപ്നം കാണുകയും അമ്മമ്മയെ കൂട്ടി പരിശീലനം തുടങ്ങുകയും ചെയ്യുന്നു. ദിയയുടെ ആവേശവും അമ്മമ്മയുടെ സ്നേഹപൂർണമായ സഹകരണവും കഥയിൽ നിറയുന്നു. കുഞ്ഞിൻ്റെ ലോകം എത്ര വിശാലമാണെന്നും മുതിർന്നവരുടെ സ്നേഹം അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഈ കഥ സൂചിപ്പിക്കുന്നു. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മളിവിടെ 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാ ചോദ്യവും നല്ല വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.